ഏറ്റവും കാരുണ്യമുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെയും ഹുദയുടെയും ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധനകൾ കാണാം. അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്ന വിശ്വാസികളെ വിളിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട 61-ാം അധ്യായമായ സൂറത്തു സഫിൽ റബ്ബ് സുബ്ഹാനഹു വ തആല 10-11 ആയത്തുകളിൽ നമ്മെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ എന്ന് റബ്ബ് വിളിച്ച് നമ്മോട് പറയാനുള്ള കാര്യം, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെപ്പറ്റി നാം നിങ്ങൾക്ക് വിവരം നൽകട്ടെയോ എന്നാണ്. എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്ന ആ കച്ചവടത്തിന്റെ പ്രത്യേകത? തുൻജീകും മിൻ അദാബിൻ അലീം, മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് സാധ്യമാണോ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത നരകത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു കച്ചവടം. കച്ചവടം എന്ന് കേൾക്കുമ്പോൾ മനുഷ്യർക്ക് വല്ലാത്ത താല്പര്യമാണ്. ഒരു കച്ചവടം ഇവിടെ ആരംഭിക്കാൻ പോകുന്നു, അതിൽ ഇത്രയാണ് ഷെയർ, അതിൽ ഇങ്ങനെയാണ് ലാഭം. ആ കമ്പനി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഷെയർ എടുത്ത ഒരാൾക്ക്, ഈ അടുത്തുള്ള ഒരാൾക്ക് ഓരോ മാസവും 52,000 രൂപ വീതം അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 300 ആളുകൾക്ക് മാത്രമേ ഷെയർ ചേരാൻ അവസരമുള്ളൂ. ഒരു ഷെയറിന് 6 ലക്ഷമാണ് എന്നൊരു വിവരം കിട്ടിയാൽ 5 പൈസ കയ്യിലില്ലാത്തവനും ഇറങ്ങിത്തിരിക്കും, എങ്ങനെയെങ്കിലും അതിൽ ഷെയർ എടുക്കണം. കാരണം ഹലാലായ രൂപത്തിലാണ്, ലാഭം ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോൾ തർക്കവും ഇല്ല. അപ്പോൾ ആളുകൾക്ക് വല്ലാത്ത താല്പര്യമാണ് ലാഭം, അതും ഹലാലായ മാർഗത്തിൽ. സത്യവിശ്വാസികൾ അങ്ങനെയാണല്ലോ ലാഭം കൊയ്യേണ്ടത്. അപ്പോൾ കച്ചവടത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ മനോഗതം അറിയുന്ന റബ്ബ് ആ കച്ചവടം തന്നെ ഉദാഹരണമായെടുത്തു. ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെപ്പറ്റി നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ആ കച്ചവടത്തിന്റെ പ്രത്യേകത, ആ കച്ചവടത്തിൽ നമ്മൾ ഏർപ്പെട്ടാൽ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്ന കച്ചവടം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ആ കച്ചവടത്തിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള മൂലധനം എന്തൊക്കെ എന്ന് വിശദീകരിക്കുന്നു. 1, തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക. ആയത്തിന്റെ തുടക്കം എന്താ? യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് 10-ാം അധ്യായത്തിന്റെ ആയത്തിന്റെ തുടക്കം തന്നെ. വിശ്വസിച്ചവരോട് പറയുന്നു നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അഥവാ ഒരു തട്ടിയുണർത്തൽ. ഈമാനുണ്ട്, ഒക്കെ ശരി തന്നെ, എന്നാൽ ഒന്നുകൂടി നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കണം. വറസൂലിഹി, അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കണം. അപ്പോൾ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസം, എന്റെ മനസ്സിൽ ഈമാനുണ്ട്, ചില ആളുകൾ പറയും, അതൊന്നും മനസ്സിലാക്കുമ്പോഴല്ല, എന്റെ മനസ്സിലുണ്ട്. ആ മനസ്സിൽ വെച്ചാ പോരാ. ആ സത്യമാണെന്ന് മനസ്സിലാക്കിയ ഈമാൻ, അത് പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങൾ മനസ്സിലാക്കിയ ആ ഈമാനിന്റെ കാര്യങ്ങൾ, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗ പരിശ്രമങ്ങൾ നടത്തണം. ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും. അപ്പോൾ അല്ലാഹുവിലും അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുകയും ധനം കൊണ്ടും ശരീരം കൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ
ത്യാഗ പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയും വേണം. ഇതാണ് ആ കച്ചവടം. നിങ്ങൾ ചെയ്യേണ്ട കച്ചവടം അതാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ദാലികും ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് അതാണ് ഉത്തമം, നിങ്ങൾക്ക് അതാണ് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ ഈ കച്ചവടത്തിൽ ഏർപ്പെടലാണ് നിങ്ങൾക്ക് നല്ലത്. അപ്പൊ സഹോദരി സഹോദരന്മാരെ, മനുഷ്യരോട് ഏറ്റവും കാരുണ്യമുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും പറയുന്നു, രക്ഷപ്പെടണോ, ഒരു കച്ചവടത്തിൽ ചേർന്നോന്ന്. നമ്മൾ ആ കച്ചവടത്തിൽ ഉണ്ടോ സഹോദരി സഹോദരന്മാരെ? ആ കച്ചവടത്തിൽ ഏറ്റവും പ്രധാനം, അതിലേർപ്പെടാനുള്ള ഒന്നാമത്തെ മൂലധനം അള്ളാഹുവിലുള്ള വിശ്വാസം. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് റബ്ബാണ് എന്നെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട്. അവൻ സർവശക്തനാണ്. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അവൻ ഉറക്കമില്ലാത്തവനും മഴക്കമില്ലാത്തവനുമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ഉറച്ചു വിശ്വസിക്കുക. അവന് അറബിയിൽ, എല്ലാവർക്കും അറിയുന്ന ആ പടച്ചവന് അറബിയിൽ അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ എന്ന അർത്ഥത്തിൽ അള്ളാഹു എന്ന് പറയുന്നു. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം. ആ റബ്ബിനെ നമ്മൾ അറിയുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. റസൂലുള്ള ഖുർആനും ഹദീസുമായി സ്വഹാബത്തിലേക്ക് എത്തിയത് കൊണ്ടല്ലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ആ മെസ്സഞ്ചർ മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണം. എന്താ, റസൂലുള്ള അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതാണ് ആ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞാലും സമിഅനാ വ അതാനാ. കാരണം എന്താ, ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വിശ്വാസം നമുക്കുണ്ടാകുമ്പോഴാണ് ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പൊ അള്ളാഹുവിലും പ്രവാചകലും വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? ഞാനും നിങ്ങളും ഇന്നത്തെ ദിവസം ഈ ജുമഅക്ക് ഇവിടെ എങ്ങനെ എത്തി? നമ്മൾ എന്തുകൊണ്ട് ജുമഅക്ക് വരാത്ത അവസ്ഥയിലായില്ല? നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ജുമയെ പരിഹസിക്കുന്ന അവസ്ഥയിലായില്ല? നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ മറ്റൊരു മതത്തിലായില്ല? നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു നിരീശ്വരവാദിയായില്ല? ഇതിനൊക്കെ ചിന്തിച്ചാൽ ഉത്തരം കിട്ടുക അൽഹംദുലില്ലാ എന്നായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഞാൻ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു. മുസ്ലിങ്ങളായ നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും കിട്ടിയ അനുഗ്രഹം ഒരു ഇസ്ലാമിക കുടുംബത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചു എന്നതാണ്. അതുകൊണ്ട് ഒരു ഫ്രെയിമിൽ എത്തിപ്പെട്ടു. പിന്നെ ആ ജനിച്ച ആ മതത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. അതൊരു വലിയ അനുഗ്രഹമാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി ജനിച്ചു വീഴാൻ കഴിയുമ്പോൾ ചുറ്റുഭാഗത്തും കാണുന്നത് ഇസ്ലാമിന്റെ അടയാളങ്ങളും ഇസ്ലാമിന്റെ ഷിയാറുകളുമാണ്. അതൊരു വലിയൊരു അനുഗ്രഹമാണല്ലോ. അപ്പോൾ അങ്ങനെ ജനിച്ചു വീണ നാം എന്തുകൊണ്ട് ആ മതത്തിൽ ജനിച്ചു വീണു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോ നാടിന്റെ ചരിത്രമെടുത്താലും, റോഹിംഗ്യയുടെ ചരിത്രമെടുത്താൽ, ചൈനയുടെ ചരിത്രമെടുത്താൽ, അമേരിക്കൻ ഐക്യനാടുകളുടെ ചരിത്രമെടുത്താൽ, ആഫ്രിക്കയുടെ ചരിത്രമെടുത്താൽ, കേരളത്തിന്റെ ചരിത്രമെടുത്താൽ ചില പേരുകൾ നമുക്ക് കിട്ടും. അതാരാണ് ആ പേരുകൾ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ, മഹാന്മാരായ സ്വഹാബികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇലെ ആ ഒരു ആഹ്വാനത്തെ 101% നെഞ്ചിലേറ്റിയിട്ട് അവർ, അഥവാ ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. ആ ഹാജറുള്ള 10,000-കണക്കിന് സ്വഹാബികൾ മാത്രമേ ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ളൂ. എല്ലാവരും അവിടെയുണ്ട്. ആ നാട്ടിൽ അവിടെ ഉള്ളവരും അവരോട് ചേർന്ന് നിൽക്കുന്നവരുമായ അതല്ലാത്ത ധാരാളം കോടിക്കണക്കിന് മനുഷ്യന്മാർ ആ സമയത്ത് എന്താണ് ഇസ്ലാം എന്നറിയാത്തവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം, അവിടത്തേക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരില്ല, അത് ഇസ്ലാമിന്റെ ഖാത്തബുൻ നബിയ്യൻ ആ സീല് വെച്ചു കഴിഞ്ഞു. റസൂലുള്ളയോടുകൂടി പ്രവാചകത്വ ശൃംഖല അവസാനിച്ചു കഴിഞ്ഞു. പടച്ചവാദങ്ങൾ വീണ്ടും ഇസ്ലാമിന്റെ പേരിൽ വന്നിട്ടുണ്ട്. വീണ്ടും റസൂലുള്ളാഹിക്ക് ശേഷം വീണ്ടും പ്രവാചകനുണ്ട് എന്ന് എത്രയോ കള്ളപ്രവാചകന്മാർ അതിനുശേഷം വന്നിട്ടുണ്ട്. അത്തരം ചില ആശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അവർ മുഹമ്മദുർ റസൂലുള്ളയിൽ പോലും കൃത്യമായി തെറ്റിപ്പോയവരാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മയും നമ്മുടെ സഹോദരങ്ങളെയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ ആഹ്വാനം കേട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്വഹാബികൾ യാത്ര ചെയ്യുകയാണ്.
അത് പറയുന്നത് 1500ഓളം വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ അറിയണം അന്നത്തെ യാത്രാ സംവിധാനം. അവർ യാത്ര ചെയ്ത് പോകേണ്ടത് മിക്കതും കടലിലൂടെയാണ്. കടലിലൂടെ പോകുമ്പോൾ പായക്കപ്പലാണ് അവരുടെ മുമ്പിൽ ഉള്ളത്. അവർക്കറിയാം ഹബീബിന്റെ ആഹ്വാനം കേട്ട് ആ പായക്കപ്പലിൽ പോകുമ്പോൾ എങ്ങാനും മുങ്ങിപ്പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടും. ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ പ്രത്യക്ഷമായ ഒരു കബറിൽ പോലും എത്താൻ സാധ്യമല്ല. വലിയ മത്സ്യത്തിന്റെ വയറ്റിലോ മറ്റോ ആയിപ്പോകാം. അവർക്കൊരു പ്രശ്നവുമില്ല. ഉറപ്പാണ് അവർക്ക്. റസൂലുള്ള പറഞ്ഞ പരലോകം സത്യമാണ്, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്. അത് വെച്ചുകൊണ്ട് അവർ യാത്ര ചെയ്തു. അങ്ങനെ നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവരെത്തി. ഞാനും നിങ്ങളും ഇപ്പോൾ ഇവിടെ മുസ്ലിങ്ങളായിരിക്കുമ്പോ കൊടുങ്ങല്ലൂരിൽ വന്നുപെട്ട നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി ഓർക്കുന്നു. അവർ അവിടെ എത്തി. സഹോദരി സഹോദരന്മാരെ, ഒന്നുകൂടി നമ്മൾ ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും ജീവൻ പണയം വെച്ചുകൊണ്ട് 2 ഹറമുകൾ വിട്ട് അവരെന്തിനായി യാത്ര ചെയ്തത്? നമ്മളൊക്കെ സാധാരണ മക്കയിലും മദീനയിലും പോയാൽ ആളുകൾ ചിന്തിക്കും, ഓ ഇവിടെ ഞാൻ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, ഒരു ഒരു ജോലിയെങ്കിലും ഈ മക്കയിലോ മദീനയിലോ ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും ഇങ്ങനെ ജമാഅത്ത് ഹറമിൽ വരാലോ, 1,00,000 ഇരട്ടി കൂലി കിട്ടുമല്ലോ, ഇനി മദീനത്താണെങ്കിൽ 1000 ഇരട്ടി കൂലി കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യാത്ത ആരുണ്ടാവില്ല. പക്ഷേ മഹാന്മാരായ സ്വഹാബികള് ആ കൂലി ഒഴിവാക്കിയിട്ടാണ് യാത്ര ചെയ്തത്. അവർക്ക് ആ കൂലി അവിടെ കിട്ടൂലേ, പക്ഷെ അവർ യാത്ര ചെയ്തു. ആ യാത്ര ചെയ്തത് വിഡ്ഢിത്തമാണോ സഹോദരി സഹോദരന്മാരെ? ഒരിക്കലും അല്ല. അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അവരെ പ്രേരിപ്പിച്ചത് എന്താ? ഹല്ലദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടത്തെ പറ്റി നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? തുഞ്ചീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്ന കച്ചവടം. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ അഥവാ ജിഹാദ് നടത്തുക. അതാ അവർ നടത്തിയത്. ജിഹാദ് അവിടുന്ന് സ്വന്തം കുടുംബവും നാടും ഒക്കെ വിട്ടങ്ങോട്ട് യാത്ര ചെയ്യാണ്. എന്നിട്ട് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. എന്തിന്? ഒരു ബിസിനസ്സിന് വേണ്ടി. നമ്മൾ കടൽ കടന്ന് പോകുന്നുണ്ട് ഗൾഫുകളിലേക്ക്, ബിസിനസ്സിന് വേണ്ടി, ഹലാലാണ്, നമുക്ക് നന്നായി ജീവിക്കാൻ വേണ്ടി. അവർ ഇങ്ങോട്ടൊരു യാത്ര ചെയ്തു. അത് അവരുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന ആത്യന്തികമായ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. ഹറമുകളും 1,00,000 ഇരട്ടിയും 1000 ഇരട്ടിയും ജമാഅത്തിന്റെ കൂലി ഉപേക്ഷിച്ചവർ വരുമ്പോ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് ലാഭക്കച്ചവടാണ്. അതെങ്ങനെ ഹറമ് വിട്ടിട്ട് ലാഭക്കച്ചവടം അറിയുമോ? 35,000 ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി ഈ വർഷം പോകുമ്പോൾ, കഴിഞ്ഞ ഓരോ വർഷവും എത്ര പേർ ഹജ്ജിന് പോയി, ഓരോ ആഴ്ചയും എത്ര പേർ ഉംറക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ മുഴുവൻ കൂലി ആ സ്വഹാബത്തിനുള്ളതാണ്. അള്ളാഹു നൽകുമാറാകട്ടെ. എന്തേ അവർ ഉംറ പോകാൻ കാരണം? അവർ മുസ്ലിങ്ങളായതുകൊണ്ടാ. ഈ പ്രാവശ്യം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് പോകാൻ കാരണം അവർ മുസ്ലിങ്ങളായതുകൊണ്ടാ. അവർ മുസ്ലിങ്ങളായത് അവരിവിടെ വന്നതുകൊണ്ടാ. അതാ പറഞ്ഞത്, ഹറമുകളുടെ 1,00,000 ഇരട്ടി കൂലി ഒഴിവാക്കി വരുമ്പോ ഇവിടെയുള്ള നമ്മൾ ഈ ജുമക്ക് പങ്കെടുക്കുമ്പോ നമ്മൾ മുസ്ലിങ്ങളാകാൻ കാരണക്കാരായി തീർന്നവർക്ക് ഈ ജുമന്റെ കൂലിയിൽ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ എത്ര വലിയ കച്ചവടമാണ് മഹാന്മാരായ സ്വഹാബത്ത് ഏറ്റെടുത്തത്. അത് അവർക്ക് മാത്രമുള്ള ആയത്താണോ ഇത്? അല്ല, നമുക്കുമുള്ള ആയത്താണ്. നമ്മളോടും റബ്ബ് പറയാണ്, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന, ഇനി ഒരു പ്രവാചകൻ വരില്ല എന്ന് ഉറപ്പുള്ള നമ്മളോടും റബ്ബ് പറയാണ്, തുഞ്ചീകും മിൻ അദാബിൻ അലീം, നേരെ വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കച്ചവടത്തെ പറ്റി നിങ്ങൾക്ക് നാം പറഞ്ഞു തരട്ടെ ഒന്ന്. ആ കച്ചവടത്തിൽ നമ്മളും പ്രവേശിക്കണം. അത് പ്രവേശിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസവും റസൂലുള്ളാഹിയുടെ വിശ്വാസവും ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കിട്ടിയ ഈ നിധി, നമുക്ക് കിട്ടിയ ഈ സ്വർഗമാർഗം, ആ സ്വർഗമാർഗം ഒരിക്കലും പിടിച്ചു വെക്കാൻ പാടില്ല. അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണം. അതാണ് സ്വഹാബ കിറാം ചെയ്ത ഏറ്റവും മഹത്തായ പ്രവർത്തനം. കാരണം ഇനി റസൂലുള്ളയും വരില്ല, റസൂലുള്ള പ്രവാചകന്മാരുടെ ഭാഗമായ സ്വഹാബത്തും ഇനി വരില്ല. എങ്കിൽ ഈ ദീൻ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തും? കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും നമ്മളൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് എത്രയോ
മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്. മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ അവർ മുസ്ലിങ്ങളായി ജനിച്ചു, അവർ പാവങ്ങളാ, അവർക്ക് ഖുർആൻ എന്താണെന്ന് അറിയില്ല, അവർക്ക് ഹദീസ് എന്താണെന്ന് അറിയില്ല, ഖുർആനും ഹദീസും എന്താണ് പറയുന്നത് എന്നും അറിയില്ല. പലരും അവരെ ചൂഷണം ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാതെ അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ആളുകൾ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഇതാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചത് ഇതാണ്. ഇതൊന്നും ഇസ്ലാമിന്റെ പേരിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കും? ആര് പറഞ്ഞു കൊടുക്കും? അവിടെയാണ് ചോദ്യം, നമ്മളോട് ചോദ്യം. ഒരു കച്ചവടത്തിന് തയ്യാറുണ്ടോ? ഒരു കച്ചവടത്തിന് തയ്യാറുണ്ടോ? ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഒരു കച്ചവടം നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. ആ ദീനുമായി ബന്ധപ്പെട്ട പരലോക വിജയത്തിന് വേണ്ടിയുള്ള ആ കച്ചവടത്തിൽ സഹോദരി സഹോദരന്മാരെ നമ്മൾ പ്രവേശിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അവർ എന്ത് ചെയ്തോ അത് നമ്മളും ചെയ്യണം. ബല്ലിഗു അന്നി വലൗ ആയ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്. ബല്ലിഗു അന്നി വലൗ ആയ, ഒരായത്താണോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടിയത്, അത് നിങ്ങൾ മറ്റുള്ളവർക്ക്, ഒരൊറ്റ ആയത്ത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോ സഹോദരി സഹോദരന്മാരെ, പലരും പറയും, അല്ല ഇവിടെ ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ മുസ്ലിങ്ങൾ അല്ലാത്തൊരു ജീവിക്കുന്നുണ്ടല്ലോ, ഓരൊക്കെ മരിച്ചാൽ ഓർക്ക് സ്വർഗം കിട്ടുമോ? ഒരു നരകത്തിലെത്തുമ്പോ ഓർക്ക് ഈ സന്ദേശം എത്താതെ പടച്ചു, അതാപ്പ പ്രശ്നം. ഏത് ഇവിടെയുള്ള അമുസ്ലിങ്ങളൊക്കെ നരകത്ത് പോവോ സ്വർഗത്ത് പോവോ? അത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു ബാധ്യത ഇവിടെ അല്ലേ? ഇവിടെയുള്ള മുഴുവൻ അമുസ്ലിംകൾക്കും ഇസ്ലാം എന്താണ് എത്തിച്ചു എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ആർക്കാണ്? ആരെങ്കിലും ഇവിടെ ആകാശത്ത് നിന്ന് കെട്ടി ഇറങ്ങാണ്ടോ? ഇല്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. ഈ ഗ്രന്ഥം നിങ്ങളുടേതുകൂടിയാണ്. ഹുദൽ ലിന്നാസ്, വിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹ് പറഞ്ഞു, ജനങ്ങൾക്കുള്ള മാർഗദർശനം. ജനങ്ങൾക്കുള്ള മാർഗദർശനം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മാർഗദർശനമായി ചുരുക്കരുത്. മുസ്ലിങ്ങളടക്കം മുഴുവൻ ജനങ്ങൾക്കുമുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ അമുസ്ലിം സഹോദരന് പറഞ്ഞു കൊടുക്കാൻ, സഹോദരിക്ക് പറഞ്ഞു കൊടുക്കാൻ, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അത് എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മളുടെ ബാധ്യതയാണ്. അതോടൊപ്പം കൈയും കാലും ഉടലും നെഞ്ചു വരേണ്ട തലല്ല, ബാക്കിയൊക്കെ ഉണ്ട് റെഡി. തല അവിടെ വെച്ചു കൊടുത്താൽ മതി. എന്ത് പറഞ്ഞാൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആനുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ തലല്ല എന്ന് പറഞ്ഞാൽ ഈ ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന ഇതില്ല ജീവിക്കുന്നത്. അഥവാ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ, സൈദ്ധാന്തികമായ അടിത്തറ എന്ന് പറഞ്ഞാൽ ഏകദൈവ ആരാധനയാണ്. ആ ഏകദൈവ ആരാധനക്ക് വിരുദ്ധമായി മുസ്ലിം സമൂഹം വിശ്വസിക്കുക, മുസ്ലിം സമൂഹം നീക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോ ആ തലക്ക് പ്രശ്നമുണ്ട്. അതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ലോകം നിയന്ത്രിക്കുന്നത് ഖബറിൽ മരിച്ചെടുക്കുന്ന മനുഷ്യന്മാരാണ് എന്ന് പറയുക, പ്രസംഗിക്കുക, പാടുക, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. മനസ്സിലായില്ല? ആ തരത്തിൽ വിശ്വാസപരമായ തനി അബദ്ധത്തിലേക്ക് നമ്മുടെ ഈ പള്ളി നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു ജാറം. ആ ജാറത്തിൽ അവിടെ നിലവിളക്ക് വെക്കുന്നുണ്ട്, വിളക്ക് കത്തിക്കും. മഴ പെയ്താൽ പിന്നെ കെട്ടുവോ? അത് കെടാതിരിക്കാൻ തന്റെ കബറിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആ തിരി മഴ പെയ്യുമ്പോൾ കെടാതിരിക്കാനുള്ള കഴിവ് പോലും ആ കബറിൽ മരിച്ചെടുക്കുന്ന ആൾക്കില്ല. അവിടെ പർദ്ദട്ട സ്ത്രീകളൊക്കെ വന്നിട്ട് ഞാൻ നിലവിളക്ക് കൊളുത്തും. ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ നിലവിളക്കുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ നിലവിളക്കുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ അത് വന്നു? അപ്പോൾ പച്ചയായ വിഗ്രഹാരാധന, നിറം പച്ചയാണെങ്കിൽ പിന്നെ ഇസ്ലാമാണെന്ന ചില ആൾക്കാരുടെ വിചാരം. അതുകൊണ്ട് ഖബറിന്റെ മുകളിൽ ഒരു പച്ച അങ്ങോട്ട് വിരിച്ചാൽ പിന്നെ അത് മുസ്ലിമായി. കാവ്യാണെങ്കിൽ വേറുള്ള ആൾക്കാർ ഇതായി. പച്ചയായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ച ജൂത ക്രൈസ്തവ വിഭാഗത്തിൽ വന്നിട്ടുള്ള ആ ഖബർ ആരാധന, ഖബർ പൂജ മുസ്ലിം സമൂഹത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയാൽ അവർക്ക് നിലവിൽ നിസ്കാരണ്ടേ, നോമ്പുണ്ട്, ഖുർആൻ അംഗീകരിക്കുന്നു, പ്രവാചകൻ അംഗീകരിക്കുന്നു. പക്ഷെ ഖുർആനും സുന്നത്തും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനെതിരിൽ കാലൊന്ന് വെച്ചു കുത്തിയാൽ, കുട്ടി കിണറ്റ് പോവാണെങ്കിൽ അള്ളാഹ് നല്ല വിളിക്കുക, പഠിച്ചോന്റെ ഒരു പടപ്പിനെയാ വിളിക്കുക, അള്ളാന്റെ പടപ്പിനെയാ വിളിക്കുക. അത് പറ്റി അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിമക്ക് അല്ല പോരേ. വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. അല്ല, ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്ക് കഴിയില്ലേ? അപ്പോൾ വിളിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും
ആർത്തിക്കുന്നത് റബ്ബല്ലാത്തവരെയാണ്. എന്നിട്ട് മഹാന്മാരായ ബദരീങ്ങളെ തള്ളിപ്പറയുക, മഹാന്മാരായ ഉഹുദീങ്ങളെ തള്ളിപ്പറയുക, മരണപ്പെട്ടു പോയ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അടക്കമുള്ള ആളുകളെ തള്ളിപ്പറയുക. അവർ പഠിപ്പിച്ചതിന് നേർവിരുദ്ധം. അവർ പഠിപ്പിച്ചത് നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായം. അത് പഠിപ്പിച്ച മഹാന്മാരായ ബദരീങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ബദരീങ്ങളെ കാക്കണേ, അതോടുകൂടി അവന്റെ ലായിലായത് തെറ്റി. ബദരീങ്ങൾ പഠിപ്പിച്ചത് റബ്ബെ കാക്കണേ എന്ന് വിളിക്കാനും പിന്നെ അത് സമൂഹത്തെ പഠിപ്പിക്കുവാനുമാണ്. ഈ അബദ്ധത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാരെ രക്ഷപ്പെടുത്തൽ തുഞ്ചീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ പറ്റി നാം നിങ്ങൾക്ക് വിവരം തരട്ടെയോ? റബ്ബിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കച്ചവടത്തിൽ പ്രവേശിക്കണം നമ്മളെല്ലാവരും. എന്താണോ റസൂലുള്ളാഹിയും സഹാബത്തും ഇവിടെ ചെയ്ത പ്രവർത്തനം, ആ പ്രവർത്തനം ചെയ്താൽ നമ്മുടെ നിത്യ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ കച്ചവടമായിട്ട് പോകാം, നമ്മുടെ ജോലിയായിട്ട് പോകാം, നമ്മുടെ സ്കൂളുമായിട്ട് പോകാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. അതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും മുഖ്യമായൊരു പ്രവർത്തനമുണ്ട്. അതാണ് ലുക്മാൻ അലൈഹിസ്സലാം പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ബുനയ്യ, എന്റെ പ്രിയപ്പെട്ട മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് ലുക്മാൻ അലൈഹിസ്സലാം മോനോട് പറഞ്ഞു. അത് തന്നെയാണ് വാപ്പ മോനോട് പറഞ്ഞതാണെങ്കിൽ ഇനി മോൻ വാപ്പനോട് പറഞ്ഞത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ അബത്തി, എന്റെ പൊന്നു പിതാവേ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്ന് ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, റഹ്മാന്റെ അടുത്തുള്ള ശിക്ഷ അങ്ങേക്ക് വരുമോ എന്ന് എനിക്ക് പേടിയാകുന്നുപ്പാ. അതുകൊണ്ട് എനിക്ക് വന്ന സന്ദേശം നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ പടച്ചോനല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് വിഗ്രഹാരാധകനായ ആസറിനോട് ഖുർആൻ പേരെടുത്തു പറഞ്ഞു. ആസർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പാവങ്ങളായ കുറെ മനുഷ്യന്മാരുണ്ട്, അവർക്കറിയില്ല വിഗ്രഹാരാധന പാടില്ല എന്ന്. അതിന്റെ തകരാറെന്താണെന്ന് അവർക്കറിയില്ല. നമ്മൾ അങ്ങോട്ടൊന്നും പോലൊക്കെ തെറ്റാത്ത അത് പറഞ്ഞെടുക്കാൻ ആരാ ഇവിടെ ഉള്ളത്? ഒരു പ്രവാചകൻ ഇറങ്ങി വരുമോ? ഇല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എങ്കിൽ അതാര് അപ്പൊ നമ്മൾ വിചാരിക്കും, നിങ്ങൾ എന്തായി പറയുന്നത്? നമ്മളിവിടെ ജുമയ്ക്ക് വന്നതാ, നമ്മളോട് ഇങ്ങനത്തെ പറയാം എന്താ കാര്യം? നമുക്കൊക്കെ കാര്യമുണ്ട്, നമുക്കൊക്കെയുണ്ട്. കൂട്ടായി നമ്മൾ നിന്നാൽ നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ മുസ്ലിമീങ്ങൾ കൂടിയിരിക്കുക. നമ്മൾ മുസ്ലിമീങ്ങളാണ് സഹോദരങ്ങളെ. ഈ ചുറ്റുഭാഗത്തുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പൊ പലർക്കും ഖുർആൻ പരിഭാഷ തന്നെ കൊടുക്കാൻ പറ്റും. ഖുർആൻ പരിഭാഷ അവർക്ക് ചോദിച്ചാൽ നമ്മൾ ഇത് കിട്ടൂല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്തോ ചോദിക്കുന്നെന്തോ അപമര്യാദയായി പോവും. ഓരോ ഖുർആൻ അവർക്ക് മാത്രമല്ല, നമ്മൾ ചോദിക്കാൻ പറ്റൂല. നമുക്കൊക്കെ വായിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ഭുതമായിരിക്കും. അത്ഭുതത്തോടു കൂടി അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ കൊടുക്കാം. ശ്രദ്ധിക്കണം, വൃത്തിയുള്ള സ്ഥലത്തെ വെക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ പരിഭാഷ കൊടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരുന്നു മുസ്ലിമായി ഉണ്ടായിരുന്നത്. ഒരു മുസ്ലിമിന് വേറൊരാൾക്ക് ഖുർആൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് മുസ്ലിം ആവോ? അവിടുന്ന് ആദ്യം മുസ്ലിം ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ, ഇനി ആ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായി ഒരു ലഘുലേഖയാക്കി, ഒരു CD ആക്കി, ഒരു ലിങ്കാക്കി മാറ്റുന്നു. നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്ക് കേൾക്കാനും അറിയാനും അവർക്കെല്ലാം വരാൻ പോകുന്ന വിശാലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അവിടെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നു. ആ പരിപാടിയുടെ ഭാഗമായി ആയിരക്കണക്കിന് വീടുകളിൽ കയറി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ അവിടെ വരണം. അങ്ങനെ പല രൂപത്തിൽ നിങ്ങൾക്ക് വരാൻ പ്രയാസമല്ലേ, ഇത്ര മണിക്ക് ലൈവ് തുടങ്ങും, നിങ്ങളത് കേൾക്കണം. ഞാൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിയാത്ത ഒരു കാര്യവും കൽപ്പിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നഫ്സിനും അതിന് കഴിയാത്ത കാര്യം കൽപ്പിച്ചിട്ടേയില്ല. അതുകൊണ്ട് ഈ കച്ചവടത്തിൽ നമ്മൾ പ്രവേശിക്കണം. നമ്മുടെ അയൽവാസികൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ നാളെ പരലോകത്ത് പ്രതികൾ നമ്മളായിരിക്കും. എന്നാൽ ആ ദൗത്യം നിർവഹിക്കാനാകട്ടെ ഏറ്റവും നല്ല സംവിധാനം ഭരണഘടന പറയാണ്, നിങ്ങൾ സംഘടിച്ചോളൂ, മതപ്രബോധനത്തിന് വേണ്ടി സംഘടിച്ചോളൂ.
പള്ളികൾ ഉണ്ടാക്കിക്കോളൂ, മദർസ ഉണ്ടാക്കിക്കോളൂ, പരിപാടി സംഘടിപ്പിച്ചോളൂ. ഇവിടെ നടക്കുന്ന ഇസ്ലാമിക പ്രബോധനങ്ങളുടെ ആ വലിയ പരിപാടിയുടെ പെർമിഷൻ ആരാ തരുന്നത്? ഭരണഘടന പ്രകാരം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനാ കിട്ടുന്നത്. അതാ നമ്മുടെ നാട്. അത്രയും സൗകര്യം ദഅവത്തിന് വേണ്ടി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമുക്ക് കിട്ടിയ ഈ വെളിച്ചത്തിന്റെ വില നമ്മൾ തന്നെ അറിയാനും അത് കാരണമായി തീരും. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഈ സന്ദേശത്തെ നമ്മുടെ ഇതേ മനസ്ഥിതിയുള്ള നമ്മുടെ ആൾക്കാരൊന്ന് കൂടിയിരുന്ന് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണം നമ്മൾ ഏറ്റെടുത്താൽ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. പടച്ചോനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോന് വസ്ത്രവും ഭക്ഷണവും ഒന്നും ആവശ്യമില്ല. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടിമകള് സ്വർഗം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കലാണ് അള്ളാഹിനെ സഹായിക്കൽ. അതുകൊണ്ട് ആ ദൗത്യം മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഈ ആഹ്വാനത്തെ നെഞ്ചിലേറ്റുന്ന വിശ്വാസിനികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരി സഹോദരന്മാരെ, മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ പരിഹാരം കിടക്കുന്നത് റബ്ബിന്റെ സഹായത്തിലാണ്. ചിലർ പറയും, ഇങ്ങനെ ആകെ ഇന്ത്യയിലൊക്കെ പ്രശ്നം ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുക, ഇവിടെ മുസ്ലിങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതാണ് അവിടുത്തെ ചർച്ച. ആ സമയത്ത് പഠിച്ചോനല്ലാത്തവരെ വിളിക്കാൻ പറ്റുമോ? ഇതൊക്കെ അപ്പങ്ങളെ ചർച്ച എന്നാ ചിലർ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുള്ള ജീവിതമല്ലേ ഏറ്റവും പ്രധാനം. അവിടെ എത്തുമ്പോ ഇതിൽ തകരാറ് പറ്റിയ സ്വർഗം കിട്ടുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് തെറ്റിയ സ്വർഗം കിട്ടുമോ? അതുകൊണ്ട് ഫാഷിസം ശക്തിപ്പെടുമ്പോ ഇത് വേഗം പറഞ്ഞു കൊടുക്കണം. കാരണം എപ്പോഴും മരണപ്പെട്ട ആൾക്കാര്, അപ്പൊ മരിച്ചു മുമ്പ് കലിമ ചൊല്ലിയിട്ട് മരിക്കണമെങ്കിൽ ഈ വിഷയം പറഞ്ഞു കൊടുക്കണം. ശ്രദ്ധിക്കണേ, റബ്ബിന് മാത്രം കൊടുക്കേണ്ടത്, റബ്ബല്ലാത്ത ഒരാൾക്കും കൊടുക്കരുത്. കൊടുത്താൽ കലിമത്ത് തൗഹീദ് തെറ്റി. പിന്നെ ഇവിടുന്ന് ഫാസത്തിന്റെ കുത്തും, പരലോകത്തെത്തിയ പിന്നെ ഖബറിൽ ശിക്ഷയും, രണ്ടും കൂടി ശിക്ഷയായി പോകും. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ രക്ഷപ്പെടാൻ ഇസ്ലാം എന്താന്ന് മനസ്സിലായി. അതുകൊണ്ട് ഫാഷിസം ശക്തിപ്പെടുമ്പോ യഥാർത്ഥ ഇസ്ലാമിന്റെ പ്രബോധനം ശക്തിപ്പെടുത്തല്ലേ വേണ്ടത്, വേഗത കൂട്ടുകയല്ലേ സഹോദരി സഹോദരന്മാരെ യഥാർത്ഥത്തിൽ വേണ്ടത്. ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥന. അതൊരു പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ച സദസ്സെന്ന് ഈ ഹുതുബക്ക് കേട്ടുകൊണ്ടിരിക്കുമെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും ലളിതമായ ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് പ്രാർത്ഥിച്ചിരുന്നു. ഇത് റസൂൽ ഒഴിവാക്കിയിട്ടില്ല. അദ്കാർ സ്വബാഹിൽ, അദ്കാറുൽ മസാഇൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി. അല്ലാഹുമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം, ആഫിയത്ത് നമ്മളെല്ലാവരും ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാത്ത ആരും ഉണ്ടാവില്ല. അല്ലാഹുമ്മ ആഫിനി, അത് പ്രത്യേകിച്ച് കാണാതെ പഠിക്കാനില്ലല്ലോ. ഫീ ബദനി, ബദൻ എന്ന ശരീരം. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ ആഫിയത്ത്, സൗഖ്യം നൽകണമേ. അപ്പോൾ നമ്മുടെ ശാരീരികമായി അത് ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുക എന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. എല്ലാ ദിവസവും രാവിലെ 3 പ്രാവശ്യം റബ്ബിനോട് അത് ചോദിക്കുക. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണമേ. വീണ്ടും അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുവേ എന്റെ കേൾവിക്ക്, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് കണ്ണും കാതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹയി അനുസരിച്ച് പറയാണ്, ശരീരത്തിന്റെ ഭാഗല്ലേ ചെവിയും അതുപോലെ തന്നെ കണ്ണും, അത് പ്രത്യേകം എടുത്തു പറയാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുവേ എന്റെ കേൾവിക്ക് നീ സൗഖ്യം നൽകണമേ, നീ ആഫിയത്ത് നൽകണമേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, എന്റെ കാഴ്ചക്ക് റബ്ബേ നീ ആഫിയത്ത് നൽകണമേ. ഈ 3 കാര്യങ്ങൾ, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധ്യനില്ല. അത് തരാൻ ഈ ലോകത്തൊരാൾക്കും കഴിയില്ല. എന്റെ ശരീരത്തിന് ആഫിയത്ത് നൽകാൻ, മരിച്ചുപോയ ശരീരം തന്നെ മണ്ണോട് ചേർന്ന് പോയ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് എനിക്ക് ആഫിയത്ത് തരാൻ സാധ്യമല്ല. ഇപ്പോൾ കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത ഒരു ശൈഖിനും ഒരു മഹാനും
ഒരു വിഗ്രഹത്തിനും ഒരു കുരിശിനും എനിക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ ഔതൈത്. അല്ലാഹുമേ, നീ തടഞ്ഞതിനെ നൽകാൻ, നീ നൽകിയതിനെ തടയാൻ ലോകത്താർക്കും സാധ്യമല്ല. അവർക്ക് ആ ദുആന്റെ ഇടക്ക് തൗഹീദ് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ആരാധ്യനില്ല. അപ്പോൾ കാണാതെ പഠിക്കുന്നവർക്ക്, അല്പം ശ്രദ്ധയുള്ളവർക്ക് ഇപ്പോൾ തന്നെ പഠിക്കാൻ പറ്റും. 3 കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്രി. ബദൻ ശരീരം, കേൾവി, ബസർ കാഴ്ച, ഇത് 3നും അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണമേ, ലാ ഇലാഹ ഇല്ല അൻത. ഇനി 3 കാര്യത്തിന് നമുക്ക് പടച്ചവനോട് കാവല് തേടണം. അതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവല് തേടുന്നു, ഞാൻ നിന്നോട് അഭയം തേടുന്നു. മിനൽ കുഫിരി, അവിശ്വാസത്തിൽ നിന്ന്. ഈമാൻ തെറ്റിപ്പോവുക കഴിഞ്ഞില്ലേ എല്ലാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഈമാൻ തെറ്റിപ്പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവല് തേടുന്നു. വൽ ഫഖരി, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന അവസ്ഥയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവല് തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും അവിടുന്ന് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം ഈ ദുആ അവിടത്തേക്ക് വഹി കിട്ടിയ ആ ദിവസം മുതൽ എപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുവേ, അവിശ്വാസത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബിൽ നിന്നും. അത് വളരെ പ്രധാനമാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരും. അപ്പൊ ആൾക്കാർ ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, നിങ്ങള് പല നരകത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും ഗൗരവത്തിൽ ഖബറിനെ പറ്റി പറയുമ്പോഴേക്കും എത്ര വൈകാരികാവുന്നത്, എന്താ സംബന്ധിച്ചു? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ, നമ്മുടെ ഒന്നാമത്തെ മനസ്സിൽ ഖബറാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അവിടെ രക്ഷപ്പെട്ട ബാക്കിയൊക്കെ രക്ഷപ്പെട്ടു. ഖബറിൽ രക്ഷപ്പെട്ട ആള് വിചാരണയിൽ എളുപ്പമുണ്ടാവും, അയാൾ സ്വർഗത്തിൽക്കാ പോവാ. ഞാൻ എന്റെ ഖബറിനെ പറ്റി ആലോചിച്ചിട്ടാ കരഞ്ഞു പോകുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം കാവല് തേടണം. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ. എന്നിട്ട് ആ ഖബറിന് രക്ഷപ്പെടാനുള്ള കാര്യം പിന്നെ പറയുന്നത്, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, നീയല്ലാതെ ഇബാദത്തിന് അർഹനായി. ഇബാദത്തിന്റെ പരിധിയിൽ എന്തൊക്കെ വരും? ദുആ, പ്രാർത്ഥന വരും, നേർച്ച വരും, വഴിപാട് വരും, പൂജ വരും, എല്ലാം അതിൽപ്പെടും. അതിനർഹൻ നീ മാത്രമാണ്, നീ മാത്രമാണ്. ഒരു നിലവിളക്കും ഞാൻ കൊളുത്തൂല, ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലും ഞാൻ കൊടുക്കൂല, ഒരു ഭണ്ഡാരത്തിലും ഞാൻ പൈസ ഇടൂല. അത് റബ്ബിന്റെ ഇബാദത്ത് മറ്റുള്ളവരിലേക്ക് തിരിക്കുന്ന ലാ ഇലാഹ ഇല്ല അൻത. നോക്കൂ, ആ ദുആന്റെ 2 സ്ഥലത്ത് ഫിറ്റ് ചെയ്തു കൊടുത്തു. ലാ ഇലാഹ ഇല്ല അൻത. മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ മനസ്സുകളിൽ എത്ര ഇലാഹുകളാണ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്യും, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും വലിയ യോഗ്യതയാണ് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക എന്നത്. ഈ ദുആ സഹോദരങ്ങളെ, ഒന്നും വേണ്ട, ജുമ കഴിഞ്ഞിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, ജമീൽ ഒരു ആപ്പ് ഇപ്പൊ ആരും എടുക്കണ്ട. ജുമാന്റെ സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പ്രത്യേകം പറഞ്ഞാണ്. കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞപ്പോൾ പല ആൾക്കാരും അത് വളരെ ശ്രദ്ധിച്ചു. അവർക്കൊക്കെ അള്ളാഹു ബറക്കത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു തെറ്റായ രീതി വരുന്നുണ്ട്. ജുമാക്ക് ഇങ്ങനെ വരിക, എല്ലാം വാട്സപ്പ് ഇങ്ങനെ ക്ലിയർ ആക്കുക, എന്നിട്ട് ഇവിടെ നരകം പറയുമ്പോൾ അവിടെ ചിരിക്കുക. എന്താണെന്നറിയോ, ഓൻ അവിടെ കണ്ടെന്തോ ചിരിക്കേണ്ട മെസ്സേജാ ഇവിടെ നരക പറയുന്നത്. അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഒരു പള്ളിയിലും നമ്മുടെ നാട്ടിലെ ഒരു മഹലിലും ജുമയ്ക്ക് വന്നിട്ട് അള്ളാന്റെ ദിക്റിന്ന് മാറിപ്പോകുന്ന ആ മൊബൈലിലേക്കുള്ള പോയിട്ട്, ഇനി ആകെ മൊബൈലൊന്നും എടുക്കാത്ത സ്ഥലം നിസ്കാരം. ഇപ്പൊ നിസ്കാരത്തിൽ എടുക്കാൻ തുടങ്ങും ആൾക്കാർ. ചില ആൾക്കാർ നേരെ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ വെക്കുക, നിസ്കരിക്കുമ്പോൾ കാണാൻ വേണ്ടി ആരായി വിളിക്കുന്നത്. അത്ര അപകടത്തിലും അത്ര അശ്രദ്ധയിലുമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ആ ജമീൽ ആപ്പിൽ പോവുക, എന്നിട്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ബസ്സിലിരുന്ന് കാറിലിരുന്ന് ആ ജമീൽ ആപ്പിലേക്ക് പോയാൽ സ്വഹീഹായ ദിക്റുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും എല്ലാം അതിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്തിൽ ജീവിച്ച് ഹിദായത്തിൽ തന്നെ മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന വ്യക്തിപരവും കുടുംബപരവും സാമൂഹ്യപരവുമായ എല്ലാ വിപത്തുക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല